ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ളുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:24. ഇന്നലെ ലഞ്ചിന് ഞാനും ഇക്കയും അറേബ്യൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത്. അറേബ്യൻ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വായിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ് ചിക്കൻ മന്തി? അടിപൊളിയല്ലേ? ലഞ്ചിന് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. മോളെ ഫാബ്രിക് പെയിൻറ്റിങ് പഠിപ്പിച്ചു. പിന്നെ ഇന്നലെ ചായ കേക്കൊക്കെയാണ് വൈകിട്ട് കഴിച്ചത്. മഗ്‌രിബിന് ശേഷം പിന്നെ ഇക്ക പുറത്ത് പോയി. ആ സമയത്ത് എനിക്ക് മഗ്‌രിബ് ഇശാ ആ സമയത്തുള്ള പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എന്നും ചെയ്യുന്ന പോലെ പതിവ് കൃത്യനിഷ്ഠതകൾ ഇന്നും പാലിച്ചു. പതിവ് കൃത്യനിഷ്ഠതകൾ എന്ന് പറയുന്നത് പ്രഭാതത്തിൽ എഴുന്നേറ്റത് മുതൽ പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ, പിന്നെ സൂറത്തുൻ നാസും ഫലക്കും ഇഖ്ലാസും ഫാത്തിഹയൊക്കെ ഓതി ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടി പിന്നെ കംഫേർട്ടൊക്കെ മടക്കി വെച്ച് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് ടോയ്ലറ്റിങ് ബാത്തിങ് എല്ലാം കഴിഞ്ഞ് അവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള പ്രയർ അതുണ്ട്. പിന്നെ നമസ്കാരം, ഖുർആൻ പാരായണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, 5 വക്ത് നമസ്കാരം, സമയത്തിന് ഖുർആൻ ഓതുക, സമയത്തിന് ഓരോന്നിനും അതിൻ്റേതായ സമയത്തുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവ് പോലെ നടക്കുന്നുണ്ട്. അതുപോലെ അതിൽ പെട്ടതാണ് സമയത്തിന് ഭക്ഷണം കഴിക്കുക, വീട് വൃത്തിയാക്കുക, ഡ്രസ്സ് വാഷിങ്, ഡ്രസ്സ് ഡ്രൈയിങ്, പിന്നെ അത് മടക്കി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും ചെയ്യുന്നതാണ്. പിന്നെ അത് ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ചോറ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, മാസത്തിലൊരിക്കൽ. എനിക്കത് ഉണ്ടാക്കാനുള്ള മടി എന്താണെന്ന് വെച്ചാൽ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ട്രേ കഴുകാൻ എനിക്ക് ഭയങ്കര മടിയാണ്, ഉള്ളത് പറയാലോ. ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിട്ടാണ് തോന്നുന്നത്. അത് ചിലപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇഡ്ഡലി ഞാൻ ആദ്യമായിട്ട് കഴിച്ചതും എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ അമ്മ 6 വയസ്സ് മുതൽ തന്നെ ഇഡ്ഡലി ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലും ആദ്യകാലത്തെ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ചട്ടിനിയാണ് ഉണ്ടാക്കുക. പിന്നെ ഇസ്ലാമിക് കോളേജിൽ പഠിക്കുന്ന സമയത്തും അവിടെ ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ട്, അതിലേക്ക് ചെറുപയർ കറി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ മെഡിക്കൽ എൻട്രൻസ് പഠിക്കുന്ന സമയത്തും ഹോസ്റ്റലിൽ ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഹോസ്റ്റലിൽ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയതും ഞാനാണ് ആദ്യമായിട്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞത് മുതലേ ഞാനും ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അധികം വൈറ്റ് ചട്ടണിയാണ് ഉണ്ടാക്കുക. അപ്പോൾ മോക്കും അത് തന്നെയാണ് ഇഷ്ടം. അവൾ ഇഡ്ഡലിക്ക് ചട്ടണി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ ഉമ്മയിൽ നിന്നാണ്. ഓക്കെ, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി. ലഞ്ചിന് ഇന്നലെ ഇക്ക കൊണ്ടുവന്നത് മാന്തൽ, അപ്പോൾ അത് ഫ്രൈ ചെയ്ത് പച്ചപ്പപ്പായ താളിച്ച് ഇന്നത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കിച്ചണ് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പുതിയ വീടും മുറ്റും ഒക്കെ വൃത്തിയാക്കി ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആശാ വർക്കർ വന്നിട്ട് പറഞ്ഞു. വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇങ്ങനെ ഒരു സാറ് വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, ആരാ കൊണ്ടുപോകുന്നത്, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവർ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പള്ളി സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ തമ്പനയിലും പിന്നെ ഡീറ്റെയിൽസൊക്കെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് റസാഖ് സാർ വന്നിട്ട് പിന്നെ എല്ലാവരുടെ പേരും ആധാർ കാർഡ് നമ്പറും ഫോൺ നമ്പറൊക്കെ ചോദിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അലർജീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോക്ക് അലർജി വരുന്നത് ചുമയാണ്. ഇക്കയ്ക്ക് ശ്വാസം മുട്ടൽ വരും, എനിക്ക് തുമ്മൽ വരും.
അപ്പോൾ ഈ ഡസ്റ്റ് അലർജീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് പഴയ തുണിയൊക്കെ അവർ വന്ന് കൊണ്ടുപോകും. പിന്നെ പഴയ ചപ്പൽ, കുപ്പി ഇതൊന്നും ആരും കൊണ്ടുപോകാറില്ല, അവിടെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആക്രിക്കാർ വന്നിട്ട് അതങ്ങനെ അവർ കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആശാ വർക്കറുടെ അടുത്തും പറഞ്ഞു നമ്മുടെ ഈ ഒരു എയർ പൊല്യൂഷൻ അലർജി വരുന്നത് കൊണ്ട് ഒരു എയർ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 1-2 സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്ന് അവരുടെ നമ്പറൊക്കെ തന്നു. അത് കഴിഞ്ഞ് അവർ പോയപ്പോഴാണ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഹസനത്ത് തറയിട്ടാലിന് വിളിച്ചത്. അവരുടെ കോൾ എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തിട്ടുമില്ല. കഴിഞ്ഞ് അവർ പോയി. അപ്പോഴാണ് നമ്മുടെ വാർഡിൽ പുതിയ സ്ഥാനാർത്ഥി UDF നേതാക്കന്മാരൊക്കെ വോട്ട് ചോദിച്ചിട്ട് വന്നത്. UDFന് ചെയ്യണം, കടലാസും കാര്യങ്ങളൊക്കെ തന്ന് അവർ പോയി. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പുറത്തലക്കിയിട്ടിരിക്കുന്ന ഷോള്, ഗൗണ്, ഈ ഒരു ഗൗണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ സിപ്പ് വരുന്നുണ്ട്, താഴെ ലേസ് വരുന്നുണ്ട്. ഒരു പിങ്ക് നല്ല ഭംഗിയിലുള്ളൊരു ഗൗണാണ്. ഈ ഗൗൺ എടുത്തത് ചെമ്മാട് ഫിയോമിന്ന് 2002 എടുത്തതാണ്. അന്ന് ഞാൻ ഫിയോമിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരും, നിങ്ങൾക്ക് പറ്റിയ ഡ്രസ്സ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ട് അവരെ സെലക്ഷൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഗൗണ്, കോട്ടൺ പ്രിൻറ്റിൽ വരുന്നത്. ഈ കളറിൽ തന്നെ, ഇതേ ഡിസൈനിൽ തന്നെ ഒരു ബ്ലൂ കളറിൽ ഒരു ഗൗണും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നിന് തന്നെ 1000 and above റുപ്പീസ് വരുന്നുണ്ട്. അങ്ങനെ അന്ന് ഞാൻ 2 ഗൗണും മേടിച്ചു, പെരുന്നാൾക്ക് ഉപയോഗിച്ചു. പിന്നെ 1-2 സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഞാൻ കാഷ്വൽ ഡ്രസ്സായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിലേക്കുള്ള ഷോളാണത്. ഷോളിൻ്റെ സൈഡിൽ സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഞാൻ എടുത്തൊരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഇക്കൻ്റെ ഷർട്ടുണ്ട്. ഇക്ക ജ്വല്ലറിയിൽ യൂസ് ചെയ്യുന്ന ഷർട്ടാണ്. ശരിക്കും ജ്വല്ലറിയിലൊക്കെ നിൽക്കുന്നവർ ആരായിക്കോട്ടെ, മുതലാളിമാരായിക്കോട്ടെ, തൊഴിലാളിമാരായിക്കോട്ടെ, അവരൊക്കെ ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നല്ല ടൈയൊക്കെ ധരിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടും സ്യൂട്ടും എന്ന് പറയുന്നത് ഒരു ചിക്കു കളറിലുള്ള, അത് ആര് ധരിക്കുന്ന അവരോടൊരു പ്രത്യേക അട്രാക്ഷനാണ്. ഭയങ്കര രസമാണത്, ആരിട്ടാലൊരു ഭംഗിയാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ അത് യൂണിഫോമായിട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ലുക്കാണ് കേട്ടോ. പിന്നെ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ഇവർക്ക് എന്താ നല്ല ഡ്രസ്സൊക്കെ കൊടുത്താൽ ചിലരൊക്കെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടണ്ടേ. ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, ഹസനത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പ് പിന്നെ ഇത് ടേറ്റസ് 2-3 ദിവസം നാത്തൂൻ്റെ മോന് കൊണ്ടുവന്നതാണ്. കുറേ ഉണ്ടായിരുന്നു, 1 കിലോനടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചതാണ്. പിന്നെ ഇന്നലെ കഴുകി വെച്ചതാണ് മോളെ ഡോളിൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഒഴിവാക്കാനും വയ്യ, എന്നാൽ ഉപയോഗിക്കുക കേട്ടോ അതുമില്ല. അങ്ങനെ വേസ്റ്റായി കിടക്കുന്ന കുറച്ച് ഐറ്റംസ്, അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, കമൻറ്റ് ചെയ്യട്ടോ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.
ബൈ.